Ministries. நான் என் ஜீவனுள்ள நாளெல்லாம் கர்த்தருடைய ஆலயத்தில் தங்கியிருப்பதையே நாடுவேன். சங்கீதம் 27:4. That I may dwell in the house of the Lord all the days of my life. Psalms 27:4. கர்த்தருடைய பரிசுத்த நாமம் மகிமைப்படுவதாக. மகிழ்ச்சிகரமான கடைசி மாதத்தில் காட் கூஸ் இஸ் மினிஸ்ட்ரி சார்பாக உங்களை சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். இந்த ஆண்டு முழுவதும் தேவனாகிய கர்த்தர் நம்மையும் நம் குடும்பத்தையும் கிருபையால் தாங்கி நடத்தியிருக்கிறார். நம்முடைய போக்கிலும் வரத்திலும் நம்முடைய பிரயாணங்களிலும் கர்த்தர் நமக்கு துணையாயிருந்தது மாத்திரமல்ல, நம்முடைய பலவீனங்களிலே தம்முடைய வார்த்தையை அனுப்பி பலப்படுத்தியிருக்கிறார். நாம் அநேக நேரங்களிலே சோர்ந்து போய் இருந்த போதும் கர்த்தர் தம்முடைய வார்த்தையினாலே நம்மை தேற்றினார், நம்மை பலப்படுத்தினார். தேவனாகிய கர்த்தர் நம்மோடு கூட இருக்கிறார் என்பதை இதன் மூலம் அநேக நேரங்களிலே நம்மை உணர வைத்திருக்கிறார். விசேஷமாக இந்த கடைசி மாதத்திலே தேவனாகிய கர்த்தர் நிறைவான ஆசீர்வாதங்களால் நிரப்பி நம்மை ஆசீர்வதிப்பார் என்று நம்புகிறேன். கர்த்தருடைய வார்த்தையை கேளுங்கள், நம்புங்கள். கர்த்தருடைய வார்த்தை உங்கள் நடுவிலே பெரிய காரியங்களை செய்யும். தேவனிடத்திலிருந்து ஆசீர்வாதங்களை காத்திருந்து பெற்றுக்கொள்வோம். தேவனாகிய கர்த்தர் நிச்சயம் உங்களையும் உங்கள் குடும்பங்களையும் ஆசீர்வதிப்பாராக. ஆமேன். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ എളിയദാസൻ രഞ്ജിഷ് രാജൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഗോഡ് ഹൂസ് ഈസ് മിനിസ്ട്രിയുടെ ഫൗണ്ടറും ഡയറക്ടറുമായ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ തോമസ് ചെല്ലയ്യ അവർക്കും നവമാധ്യമങ്ങളിൽ ഈ സന്ദേശം ജനഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങുവാൻ സഹായകമായ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ആലേഫ് ജോൺ റൈസ് അവർക്കും ഗോഡ് ഹൂസ് ഈസ് മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസീദാസന്മാർക്കും ദൈവമക്കൾക്കും ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ പ്രഭാതവന്ദനം. കർത്താവ് നമ്മെ എല്ലാവരും ധാരാളമായി ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്ക് ആസ്പദമായി ഒരു വേദഭാഗം വായിക്കുന്നു. 16-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗം. സങ്കീർത്തനക്കാരനായ ദാവീദ് വനാന്തരങ്ങളിൽ ആടുകളെ മേയിച്ച് ജീവിതത്തിൽ ഉയരുവാൻ വളരുവാൻ സാധ്യതയില്ല എന്ന് താൻ തന്നെ നോക്കി വെല്ലുവിളിച്ച സ്ഥാനത്ത് നീ ഇസ്രയേലിലെ 2ാമത്തെ രാജാവാകുമെന്ന് വാഗ്ദത്തം ചെയ്ത് അഭിഷേകം ചെയ്ത് വേർതിരിച്ച് ഒരു നാൾ തലവണങ്ങി നിന്ന സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുവാൻ, രാജാവായി ഭരിക്കുവാൻ ദൈവം ഇടയാക്കിയപ്പോൾ ആ രാജസിംഹാസനത്തിൽ ആദ്യമായി ഉപവിഷ്ടനാകുമ്പോൾ ദാവീദ് പാടിയ സങ്കീർത്തനമാണ്
16-ാം സങ്കീർത്തനം. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും ഒന്നുമില്ലായ്മയുടെ നടുവിൽ ദൈവം നമുക്ക് വലിയ വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്, ലക്ഷ്യം നൽകിയിട്ടുണ്ട്. കർത്താവ് നമ്മെ അങ്ങോട്ട് നയിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ക്ലേശങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ നിന്ന് മാറുവാനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. നാം വാഗ്ദത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടുന്ന സമയങ്ങൾ ഏറ്റവും ആഗതമായിരിക്കുന്നു. ഈ വർഷം അവസാനിക്കുവാൻ ഇനി ചില ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മൾ പുറകോട്ട് നോക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മോട് സ്വപ്നത്തിലൂടെ, ദർശനത്തിലൂടെ, വെളിപ്പാടിലൂടെ, കർത്താവിൻ്റെ ശബ്ദത്തിലൂടെ, വചനത്തിലൂടെ നമ്മെ അറിയിച്ച അനേക വാഗ്ദത്തങ്ങളുണ്ട്. അതൊക്കെ നിറവേറപ്പെട്ടിട്ടുണ്ടോ? ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് ചിന്തിക്കാമോ? അനേക വാഗ്ദത്തങ്ങൾ നിറവേറപ്പെട്ടിട്ടുണ്ട്. ഇനിയും അനേകം വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടുവാനുണ്ട്. കാരണം നമ്മോട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. വഴിയിൽ കളയുന്നവനല്ല, ഉപേക്ഷിക്കുന്നവനല്ല, നമ്മെ പറഞ്ഞ് വഞ്ചിക്കുന്ന ദൈവവുമല്ല. അന്ത്യം വരെയും വഴി നടത്തുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. എനിക്ക് വാഗ്ദത്തമൊന്നും നിറവേറിയില്ല, എൻ്റെ ജീവിതം ഇന്നും പഴയപടി തന്നെയാണ് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ആദ്യം നാം നമ്മെ തന്നെ തിരുത്തണം. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ നന്മകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നമ്മുടെ കുറവുകൾ, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ ലംഘനങ്ങൾ, നമ്മളിലുള്ള ബലഹീനതകൾ നിൽക്കുന്നുവെങ്കിൽ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് അവയെ മറികടന്ന് നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കപ്പെടാം, ദൈവത്താൽ മാനിക്കപ്പെടാം. നമ്മുടെ ജീവിതത്തിൽ അസാധ്യങ്ങൾ എത്ര തന്നെ വെല്ലുവിളിച്ചോട്ടെ, ജീവിതം ഉയരുകയില്ല എന്ന് നാം നമ്മെ നോക്കി വിധിയെഴുതുന്ന സന്ദർഭങ്ങൾ കടന്നു വന്നേക്കാം. അതിൻ്റെ നടുവിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഇവിടെ ദാവീദ് പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗം, എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. വളരെയേറെ ചിന്തിപ്പിച്ച ഒരു വേദഭാഗമാണ് ഈ വേദഭാഗം. ദാവീദ് പറയുന്ന ഒരു പദമുണ്ട്, എൻ്റെ സകല അവകാശങ്ങളുടെയും, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ, കുടിക്കുന്ന പാനപാത്രത്തിൻ്റെ, സകലത്തിൻ്റെയും പങ്ക്, എല്ലാറ്റിൻ്റെയും അവകാശം, എല്ലാറ്റിനും കാരണക്കാരൻ എൻ്റെ യഹോവയാകുന്നു. യഹോവ എൻ്റെ ജീവിതത്തിൽ നൽകിയ പങ്കെന്ന് പറയുന്നത് അത് ചെറുതല്ല, വളരെ വലുതാണ്. പ്രിയരെ, നമ്മുടെ ഈ മരുഭൂ പ്രയാണത്തിലെ യാത്രയിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകൾ അത് ചെറുതല്ല, വലിയൊരു പങ്ക് തന്നെയാണ്. നാം പൊലിഞ്ഞു പോകാതെ നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം, രോഗിയായി തകർന്നു പോകാതെ നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം, നാം പാപത്തിൽ വഴിയിൽ പട്ടുപോകാതെ കരം പിടിച്ച് നടത്തുന്ന ദൈവം, മാനുഷിക കരങ്ങൾ നമ്മെ വിട്ടകലുമ്പോൾ, മനുഷ്യർ നമ്മെ കണ്ണുനീരിലാഴ്ത്തുമ്പോൾ തോളിലേറ്റി നമ്മുടെ കണ്ണുനീരുകളെ തുടച്ച് നമ്മെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ നമ്മെ തഴുകി തലോടുന്ന ദൈവം, നാം വീണു പോകുമ്പോൾ കരം പിടിച്ചുയർത്തുന്ന ദൈവം, മരണകാരണമായ താഴ്വരകളിൽ കൂടെ നാം യാത്ര ചെയ്യുമ്പോൾ തൻ്റെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് നമ്മെ ആ പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിലെ സകല നന്മകൾക്കും പങ്ക് നമ്മുടെ കർത്താവാകുന്നു. നമുക്ക് എത്ര പേർക്ക് പറയുവാൻ കഴിയും, എൻ്റെ ജീവിതം സീറോ ബാലൻസിൽ നിന്ന്, സീറോയിൽ നിന്ന് എന്നെ മനുഷ്യർ ഹീറോ എന്ന് പറയുന്ന നിലവാരത്തിൽ ഉയരുവാൻ കാരണമാക്കിയത് എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവം മാത്രമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പങ്ക് എൻ്റെ ദൈവത്തിന് മാത്രമാണ്. എൻ്റെ ദൈവമല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഞാൻ ഉയർന്നതല്ല, ഞാൻ പഠിച്ച് മിടുക്കനായതല്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഈ ഭൗതിക നന്മകൾ, ആത്മീക കൃപാവരങ്ങൾ, ഇതൊന്നും എൻ്റെ കഴിവിനാലോ മിടുക്കിനാലോ ലഭിച്ചതല്ല. എൻ്റെ അതിവിശുദ്ധി കണ്ടിട്ട് ദൈവം നൽകിയതല്ല.
കർത്താവിൻ്റെ അളവറ്റ ദാനം ഒന്ന് മാത്രമാണ്. കർത്താവിൻ്റെ അളവറ്റ കൃപ ഒന്ന് മാത്രമാണ്. കർത്താവിൻ്റെ ആർദ്രമായ കൃപ ഒന്ന് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പങ്ക് നമ്മുടെ കർത്താവാകട്ടെ. ദൈവം പലപ്പോഴും നമ്മെ ഉയർത്തുമ്പോൾ, ദൈവം നമുക്ക് നന്മകൾ നൽകുമ്പോൾ കാരണക്കാരായവരെ ദൈവതുല്യരായിട്ട് നമ്മൾ ആരാധിക്കാറുണ്ട്. അതിന് ചില നിമിത്തങ്ങളെ ദൈവം ഒരുക്കും. ദൈവം നമുക്ക് നന്മകൾ നൽകുമ്പോൾ കർത്താവിൻ്റെ കരമായി നിൽക്കുവാൻ ചില കരങ്ങളെ ദൈവം കരങ്ങളിലെടുക്കും. എന്നാൽ ആ കരങ്ങളെ ദൈവമെന്ന് പറഞ്ഞൊരിക്കലും നമ്മൾ ആരാധിക്കരുത്. നമുക്ക് വഴിയൊരുക്കിയ നമ്മുടെ ദൈവത്തെ നന്ദിയോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഓർക്കാം. നമ്മുടെ പാനപാത്രത്തിൻ്റെ പങ്ക്, നമ്മുടെ ജീവിതയാത്രയിൽ ഈ ഭൗതിക നന്മകൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ മേൽ പകർന്ന ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി, കൃപാവരങ്ങൾ, അഭിഷേകത്തിൻ്റെ ശക്തി, ഇതിലെല്ലാറ്റിനും യഹോവ തന്നെയാണ് പങ്ക്. നമ്മുടെ മുൻപോട്ടുള്ള യാത്രയും യഹോവ തന്നെയാണ്. ദാവീദ് പറഞ്ഞിരിക്കുന്നത്, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കും. ഞാൻ ഓഹരിയെ തേടിപ്പോകുന്നില്ല. ഞാൻ ഓഹരിയെ സംരക്ഷിക്കുവാൻ പട്ടാളക്കാരെ കാവൽ നിർത്തുന്നില്ല. എൻ്റെ ഓഹരി നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഓർത്ത് ഞാൻ ഭയപ്പെടുന്നുമില്ല. എൻ്റെ കർത്താവ് പരിപാലിക്കും. ദൈവം നമുക്ക് നൽകിയ നന്മകൾ അത് നഷ്ടപ്പെട്ടു പോകുന്ന നന്മകളല്ല, അത് പരിപാലിക്കപ്പെടുന്നതാണ്. നമ്മുടെ കർത്താവ് പരിപാലിക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ നാളുകളിൽ പ്രിയ ദൈവപൈതലേ, നമ്മുടെ ജീവിതത്തിൽ ചിലത് നഷ്ടപ്പെട്ടു പോയത് അത് നമ്മുടെ കുറവുകൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ അകൃത്യങ്ങളും ലംഘനങ്ങളും തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടത് തന്നെയാണ്. ഈ പ്രഭാതത്തിൽ ഒരനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാമോ? നമ്മുടെ ഓഹരിയെ പരിപാലിക്കുന്ന ദൈവം, നമ്മുടെ ഓഹരി പരിപാലിക്കപ്പെടുന്ന ദൈവം കാത്തു സൂക്ഷിക്കുന്നു. നമ്മെ അന്ത്യത്തോളം വഴി നടത്തുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തൻ. ലോകത്തിൽ കാണുന്ന ബാങ്കുകൾ നിർമ്മിക്കപ്പെടുമ്പോൾ തന്നെ അതിവിദഗ്ധമായ നിലവാരങ്ങളിൽ സുരക്ഷിതമേർപ്പെടുത്തി അതിനുള്ളിലെ വസ്തുക്കളെ ഭദ്രമായി സൂക്ഷിക്കുമ്പോഴും അതിൻ്റെ സുരക്ഷിത വലയം മറികടന്ന് വിദഗ്ധരായ കള്ളന്മാർ വന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോകാറുണ്ട്. എത്ര തന്നെ കാത്തു സൂക്ഷിച്ചിട്ടും ആ വിലപ്പെട്ട വസ്തുക്കൾ മോഷണം പോയിട്ടുണ്ട്, കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. വീണ്ടെടുക്കുവാൻ ഇന്നും കഴിയാത്ത നിരവധി വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നിക്ഷേപം, നമ്മുടെ സുരക്ഷിതത്വം കർത്താവിലാണെങ്കിൽ, കർത്താവിൽ നാം അർപ്പിക്കുന്നുവെങ്കിൽ, മനുഷ്യരിലല്ല കർത്താവിൽ നാം അർപ്പിക്കുന്നുവെങ്കിൽ, കർത്താവ് നമ്മുടെ സുരക്ഷിതത്വം ഏറ്റെടുക്കുവാൻ ദൈവം ശക്തനാണ്. നമ്മുടെ ഓഹരിയെ പരിപാലിക്കുന്നത് ദൈവമാണ്. ഒരച്ചായനും അമ്മാമ്മയും ഒരിക്കൽ ആലയത്തിൽ ആരാധനയ്ക്ക് വന്നു. ആരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ വീട് തുറന്നു കിടക്കുകയാണ്. അവർ പൂട്ടിയിച്ചു വന്ന പൂട്ടിയ വീട് തുറക്കപ്പെട്ടിരിക്കുന്നു. വീടിനുള്ളിലേക്ക് ആവലാതിയോടെ ഓടിക്കയറി നോക്കുമ്പോൾ അവർ സമ്പാദിച്ച വിലപിടിപ്പുള്ള പലതും കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. വളരെയേറെ സങ്കടത്തോടെ സഭാ ശുശ്രൂഷകൻ്റെ അരികിൽ വന്നിട്ട് സങ്കടയാചന അറിയിച്ചു. ഞങ്ങൾ ആരാധിക്കാൻ വന്നതുകൊണ്ടാണ് ഞങ്ങളുടെ മുതലുകൾ കൊള്ളയടിക്കപ്പെട്ടത്. ഞങ്ങൾ ആരാധിക്കാൻ വരാതിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടങ്ങൾ കടന്നു വരില്ലായിരുന്നു. ആ കർത്താവിൻ്റെ ദാസൻ ചോദിച്ചു, നിങ്ങൾ ആരാധിക്കുവാൻ വരുമ്പോൾ നിങ്ങൾ ആരെയാ കാവലാക്കിയത്? അവർ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ജിമ്മിയുണ്ട്, അവനെ കൂട്ടിൽ നിന്ന് അഴിച്ചു വിട്ടിരുന്നു. അവനെ കൊള്ളക്കാർ വന്നപ്പോൾ ബിസ്ക്കറ്റ് എന്തോ കൊടുത്ത്, ജിമ്മി എന്ന് പറയുന്ന പട്ടിയ ബിസ്ക്കറ്റ് എന്തോ കൊടുത്ത് അവനെ മയക്കിയതിന് ശേഷം അവർ വീട്ടിൽ കയറി കൊള്ളയടിച്ചിട്ട് പോയി. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഇങ്ങനെയാണ്. നമ്മുടെ നന്മകൾക്ക് നമ്മളാണ് കാവലിരിക്കുന്നത്. മറ്റു പലതിനെയും കാവലാക്കുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്.
എന്നാൽ നമ്മുടെ ഓഹരിയെ പരിപാലിക്കുന്ന ഒരു കർത്താവ്. നമ്മുടെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും സകല പങ്ക് യഹോവയാകുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? നമുക്കൊരുപക്ഷെ നമ്മെ ഉയർത്തിയ ചില കരങ്ങളുണ്ട്, നമ്മൾ നന്ദിയോടെ അവരെ സ്മരിക്കാറുണ്ട്. എന്നാൽ അതിനേക്കാൾ അപ്പുറമായി നമ്മുടെ കർത്താവിനെ ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദിയോടെ ഓർക്കാം. നമ്മുടെ ഈ ജീവിതം ഇത്രത്തോളം ഉയർന്നത്, ആരുമില്ലാതിരുന്ന, ആരോരും കാണാതിരുന്ന, ഒന്നുമല്ലാതിരുന്ന നമ്മെ ഇന്ന് കളർഫുള്ളായ, നിറമുള്ള, വർണ്ണമുള്ള, ഭംഗിയുള്ള ഒരു ജീവിതം നൽകിയത് നമ്മുടെ കർത്താവാണ്. കഴിഞ്ഞ നാളുകളിൽ കൃപാവരങ്ങളും താലന്തമുള്ളവരെ കണ്ട് അതിശയത്തോടെ ഒരു കൊതിയോടെ നോക്കി നിന്നപ്പോൾ ആ കൃപകളും കൃപാവരങ്ങളും ആ ശുശ്രൂഷകളും നമുക്ക് തന്ന് നമ്മെ കരം പിടിച്ച് കയറ്റിയ കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ശൂന്യതകൾ മാത്രം നാം അനുഭവിച്ചപ്പോൾ വേണ്ടുന്ന നന്മകൾ തന്ന കർത്താവ്. ഈ ശബ്ദം ശ്രവിക്കുന്ന പലർക്കും പറയുവാൻ പല അനുഭവങ്ങളുമുണ്ട്. മാറുവാൻ മറ്റൊരു വസ്ത്രമില്ലാതെ ഒറ്റ വസ്ത്രം ധരിച്ചിട്ടുള്ള അനേക വ്യക്തികൾ ഈ സന്ദേശം ശ്രവിക്കുന്നുണ്ട്. വളരെയേറെ ദാരിദ്ര്യം അനുഭവിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട്. എന്നാൽ ഇന്ന് ആ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സമൃദ്ധിക്ക് പിന്നിൽ, ഈ ഉയർച്ചയ്ക്ക് പിന്നിൽ, ഈ മാന്യതയ്ക്ക് പിന്നിൽ യഹോവ മാത്രമാണ് നമ്മുടെ പങ്ക്. ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്ന് സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവകരത്തിലേക്ക് നമ്മെ ഒന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് അന്ത്യത്തോളം നമ്മെ വഴി നടത്തുവാൻ ശക്തനാണ്. കർത്താവെ, അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് അങ്ങ് മാത്രമാണ്. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണം. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ നന്മകൾക്ക് കാരണം. അങ്ങ് മാത്രമാണ് ഞങ്ങളെന്ന് അനുഭവിക്കുന്ന ഈ സന്തോഷത്തിനും ആനന്ദത്തിനും കാരണം. അങ്ങ് മാത്രമാണ് ഞങ്ങളെന്ന് അനുഭവിക്കുന്ന ഈ സൗഖ്യത്തിന് കാരണം. അങ്ങ് മാത്രമാണ് ഞങ്ങളിന്ന് നേരിടുന്ന സന്തോഷങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഉയർച്ചകൾക്കും മാന്യതകൾക്കും കാരണം. അങ്ങനെയും ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലവനായി കൂടെയിരുന്ന് ഞങ്ങളുടെ ഓഹരിയെ പരിപാലിച്ച് നിത്യതയിലെത്തുന്നതുവരെ ഞങ്ങളുടെ ഓഹരികൾ നഷ്ടപ്പെട്ടു പോകാതെ, ഞങ്ങളുടെ താലന്തകൾ കുഴിച്ചിടപ്പെടാതെ അങ്ങയ്ക്ക് വേണ്ടി വ്യാപാരം ചെയ്യുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ മറയ്ക്കണം. സമസ്തം അങ്ങയുടെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈ ആണ്ട് തീരുവാൻ ഇനി ചില ദിവസങ്ങളും ചില മണിക്കൂറുകളും മാത്രമേ ഉള്ളൂ. കർത്താവേ, ഞങ്ങളുടെ സകല അവകാശത്തിൻ്റെയും പങ്ക് അങ്ങ് മാത്രമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറപ്പെടേണ്ട വാഗ്ദത്തങ്ങളുണ്ട്. വേഗത്തിൽ നിറവേറപ്പെടുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണം. ദൈവകൃപയാൽ നിറയ്ക്കണം. സമസ്തം അങ്ങയുടെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനകളും യാചനകളും കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേട്ടുത്തരമരണം സ്വർഗീയ നല്ല കർത്താവേ, ആമേൻ. കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മെ എല്ലാവരെയും ധാരാളമായി ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ
വല്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം. എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെയൊരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെയൊരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവമാണെന്നേകയാശ്രയം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം. എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം.
കാഴ്ചയേകിട